നമ്മളിപ്പോ പോണേ കേട്ടോ അട്ടപ്പാടി മലനിരകളിലൂടെ അവിടുത്തെ കാഴ്ച കാണാൻ പോവാ. കൂടെ എല്ലാവരും കൂടെ കൂടിക്കോ. നല്ല അടിപൊളി കാഴ്ചകൾ കാണിച്ചു തരാം. അട്ടപ്പാടിയുടെ കാഴ്ചകൾ, മഞ്ഞും മലയും കാടും താണ്ടി കാണിച്ചു കൊടുക്കടാ, വ്യൂ കാണിച്ചു കൊടുക്കടാ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ നിൽക്കണേ നമ്മൾ നേരെ അട്ടപ്പാടി പോകാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവാൻ ഇറങ്ങിയാ വീട്ടില് അങ്ങനെ ഇറങ്ങി അട്ടപ്പാടി പോകാൻ നേരത്തിൽ ഇങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോകും. നമ്മളെ കോടയും ചാറ്റൽ മഴയും ഫുള്ളൊരു തണുപ്പ്, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണ് ഉദ്ദേശിച്ച് വന്നേ പ്രതീക്ഷ. പക്ഷെ കിട്ടിയത് വേറെയാണ്, ഫുള്ള് വെയിലും വെളിച്ചോതൊക്കെ. ആ സംഭവം തന്നെ കോടമഞ്ഞ ഇല്ല തന്നെ. റീൽസ് കണ്ടിറങ്ങിയതാ. അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് ആനക്കട്ടി പോകാൻ കരുതി, ഷോളയൂർ ആനക്കട്ടി. അപ്പോൾ അവിടെ ഒന്നുകൊണ്ട് അടിപൊളിയാവുമെന്ന് കരുതുന്നു, റീൽസിലൊക്കെ അങ്ങനെ കാണുന്നത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ജസ്റ്റ് ഒരു ബ്രിഡ്ജ് കണ്ട, അപ്പോൾ അവിടെ നിർത്തി ജസ്റ്റ് 2-3 ഫോട്ടോസ് എടുത്ത് ജസ്റ്റ് വീഡിയോസ് എടുത്ത്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്തേലും മുക്കാലി എന്ന സ്ഥലമാണ്. മുക്കാലി ഈ ബ്രിഡ്ജിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി വ്യൂ കേട്ടോ. എന്താ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് മലനിരകളും. സുരേഷോ ബ്രിഡ്ജിൻ്റെ പേരോ? നല്ല വ്യൂ, നല്ലൊരു അടിപൊളി ബ്രിഡ്ജ് അല്ലേ? അവിടെ മറ്റേ ഉണ്ട് PP. ഇവിടുന്ന് പോവാ. ഈ ബ്രിഡ്ജും ഇതൊക്കെ കണ്ട് വെറുതെ ഇറങ്ങിയാ പോകുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോ ജസ്റ്റ് നിർത്തി 2 ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് വന്നാ. അതെ നമ്മൾ നേരെ എങ്ങോട്ട് പോണേ? എങ്ങോട്ട് പോണേ? ആനക്കട്ടി ഊട്ടിയിൽ ആനക്കട്ടി പോയിട്ട് അവിടുത്തെ അവസ്ഥ എന്താണാവോ? കോടമഞ്ഞ അവിടെ ഉണ്ടായാൽ മതി. മൂച്ചിപ്പിരാന്ന് അറിയില്ലേ? അതാണ് ഇപ്പൊ കണ്ടേ. വെറുതെ നല്ലവർക്ക് അവിടെ വീട്ടില് ഇരിക്കുന്നു. അപ്പൊ വിളിച്ചിരുത്തിട്ട് എങ്ങോട്ടേലും പോവാനായിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയതാ. ഒരു പ്ലാനുമില്ല. അട്ടപ്പാടി പോകാനായിട്ട് ഇങ്ങനെ അട്ടപ്പാടിക്ക് ഇറങ്ങി. ആര് എന്നെ അട്ടപ്പാടി പോവാ വെറുതെ പോന്ന, അട്ടപ്പാടി പറഞ്ഞിട്ട് ഇങ്ങനെ പോന്ന. അട്ടപ്പാടി ഒന്നും പട്ടപ്പാടി കളിക്കില്ല. കോടം മഞ്ഞൊക്കെ പ്രതീക്ഷിച്ച് പോന്ന. എന്നാ ആനക്കട്ടി ആയിക്കോട്ടെ. അട്ടപ്പാടിയിൽ നിന്ന് 10-30 കിലോമീറ്റർ ഇങ്ങോട്ട് പോകുന്ന ആനക്കട്ടി എത്തി. ഇതാ ചെക്ക് പോസ്റ്റ്, തമിഴ്നാട് കേരള ബോർഡർ. ഇവിടെ എത്തി. ഇവിടെ എന്താ, അവിടെ ഒന്നുമില്ല. ഇവിടെ 4 കടയുണ്ട്, 4 ബസ്സുണ്ട്, ഇതുകൊണ്ട്. ഈ നിമിഷത്തിൽ എനിക്കെന്താ പറയട്ടെ, 2 വാക്ക് പ്രേക്ഷകരോട് പറയും. പറഞ്ഞ കൂടി പോകും. ഇതൊക്കെ പറയേണ്ട എന്നോടാണ്. തല ഭാഗത്തിരുന്നാ പോലെ ഞങ്ങൾക്ക് അവിടെ. അവസ്ഥ ബൈ.